ഇന്നത്തെ വചനചിന്ത, മനുഷ്യർ അവസാനിക്കുമെന്ന് പറയുന്ന സ്ഥാനത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കൾ തകർന്നുപോയി, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ച ജനങ്ങളുടെ നടുവിൽ കർത്താവ് താങ്കളെ മാനിച്ചുയർത്തും. പരിഹസിച്ചവർക്കാകെ താങ്കളുടെ തലയിൽ വാടാത്ത കിരീടം വയ്ക്കും. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ, വിശ്വാസ ഓട്ടക്കളത്തിൽ ബിരുദം പ്രാപിക്കുവാൻ നിൽക്കരുത്, നടക്കരുത്, ഓടുക. ആരും സഹായമില്ലെങ്കിലും പ്രതീക്ഷകൾ കൈവിടരുത്. ദൈവിക വാഗ്ദത്തത്തിനായി കാത്തിരിക്കുക. യേശു കർത്താവ് താങ്കളെ തേടി താങ്കളുടെ അടുക്കൽ വരും. കർത്താവ് താങ്കളെ വിടുവിക്കും. സ്നേഹിച്ചവരെല്ലാം താങ്കൾ കുറ്റം പറഞ്ഞ് മാറ്റി നിർത്തിയാലും തള്ളിക്കളയാതെ താങ്കൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവ് താങ്കളുടെ കൂടെയുണ്ട്. യേശു താങ്കളെ തള്ളിക്കളയുകയില്ല. യേശു താങ്കളെ ഉപേക്ഷിക്കുകയില്ല. 1 സങ്കീർത്തന പുസ്തകം 3 തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. താങ്കൾ എവിടെ തോറ്റോ അവിടെ ദൈവം താങ്കളെ വിജയിപ്പിക്കും. എവിടെ പരാജയപ്പെട്ടുവോ, എവിടെ നിന്ദിച്ചുവോ അവിടെ താങ്കളെ മാനിക്കും. ആകയാൽ വിളിച്ചു പറയണം, എൻ്റെ സങ്കടങ്ങളെ എൻ്റെ ദൈവം സന്തോഷമാക്കുമെന്ന്. അസാധ്യങ്ങളുടെ നടുവിൽ ശൂന്യമായ വലയെ നിറച്ച ക്രിസ്തുവിൻ്റെ വാക്കാണ്: നീ പോയി ചൂണ്ടലിൽ ആദ്യം കിട്ടുന്ന മീനിൻ്റെ വായിൽ ചതുർധർമ്മ പണമുണ്ട്, അത് എടുത്ത് എനിക്കും നിനക്കും കരമടക്കുക എന്നത്. പത്രോസ് അതുപോലെ ചെയ്തപ്പോൾ ദൈവം ഒരുക്കിയ കരുതൽ പത്രോസിൻ്റെ കരത്തിൽ വെളിപ്പെട്ടതുപോലെ താങ്കൾ കടന്നു പോകുന്ന പ്രശ്നത്തിൽ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കുക. സാഹചര്യം നോക്കാതെ താങ്കൾ ചലിക്കുവാൻ തയ്യാറായാൽ ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി യേശു താങ്കൾക്ക് വേണ്ടി ഒത്തിരി കരുതലിൻ്റെ അനുഭവം വെളിപ്പെടുത്തുവാനിടയാകും. ദൈവിക കരുതൽ താങ്കൾ അനുഭവിച്ചാൽ ഏത് പ്രതിസന്ധിക്കകത്തും താങ്കൾ പതറിപ്പോകത്തില്ല. പ്രതിസന്ധിക്കകത്ത് താങ്കളെ വിടുവിക്കുന്ന കർത്താവിൻ്റെ കരുത്തിൽ മുറുകെ പിടിക്കുക. ആരെല്ലാം കൈവിട്ടാലും യേശു താങ്കളെ കൈവിടുകയില്ല. ദൈവത്തിൻ്റെ കരം താങ്കൾക്ക് വേണ്ടി ചലിക്കുക. പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സ്ഥാനത്ത് ദൈവകരം താങ്കൾക്ക് വേണ്ടി ചലിക്കും. ദൈവകരം താങ്കൾ കാണും. ഭക്തനായ ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയായി സമുദ്രത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൈമേഘം ഇറങ്ങി വന്നപ്പോൾ, ദൈവത്തിൻ്റെ കരം ഭക്തനായ ഏലിയാവിൻ്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ, ഭക്തനായ ഏലിയാവ് ആഹാബിൻ്റെ രഥത്തിന് മുന്നാലെ ഓടി. വേഗതയുടെ ആത്മാവിന് ദൈവം ഭക്തനായ ഏലിയാവിന് നൽകി. ലോകത്തിൻ്റെ വേഗതയെ മറികടക്കുവാൻ ഏലിയാവിനെ പ്രാപ്തിയുള്ളവനാക്കിയത്, ലോകത്തിൻ്റെ വേഗതയെ മറികടക്കുവാൻ തക്കവണ്ണം ഭക്തനായ ഏലിയാവിന് മേൽ അഭിഷേകത്തെ പകർന്നത് ദൈവത്തിൻ്റെ കരസ്പർശനമാണെങ്കിൽ, വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രശ്നത്തെ മറികടക്കുവാൻ, മുൻപിലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ കരം താങ്കൾക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. താങ്കൾ അറിയുക, ദൈവകരം ഈ നിമിഷം താങ്കളോട് കൂടെയുണ്ട്. 120 പുസ്തകം 1 തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് വിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു. പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ, ഇനി ഒരു സാധ്യതയും ഇല്ല എന്ന് മനുഷ്യർ ചിന്തിക്കുമ്പോൾ, കർത്താവ് താങ്കൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് 5000 പേരോളം വരുന്ന പുരുഷാരത്ത് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നേരം വൈകി സാഹചര്യം നോക്കിയാൽ അവർക്ക് വിശപ്പുണ്ട്, വഴിയിൽ വീണു പോകും. അതിനാൽ ശിഷ്യന്മാർ മുന്നോട്ട് വന്ന് കർത്താവ് യേശു ക്രിസ്തുവിനോട് ഓർമ്മിപ്പിച്ചു, സാഹചര്യം ഒന്നും അനുകൂലമല്ല. അവർ ഓർമ്മിപ്പിച്ചു, കർത്താവേ, ഇത് മരുഭൂമിയല്ലയോ, നേരം വൈകി, കൂടെ ഇരിക്കുന്ന ജനങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത് അസാധ്യമായ കാര്യമാണ്. എന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം സാഹചര്യങ്ങൾക്ക് അതീതമായി അത്ഭുതം ചെയ്തു. ബാലൻ്റെ കയ്യിലിരിക്കുന്ന 5 അപ്പവും 2 മീനും വാങ്ങി 5000 പേര് പോഷിപ്പിച്ചുവെങ്കിൽ, ഒരു വലിയ ജനതയെ തൃപ്തിപ്പെടുത്തിയെങ്കിൽ, നാം കടന്നു പോകുന്ന മരുഭൂമിയുടെ അവസ്ഥയിലും നേരം വൈകിയെന്നും സാഹചര്യം അനുകൂലമല്ല എന്നും നാം ചിന്തിക്കുമ്പോൾ, വചനം ശ്രവിക്കുന്ന താങ്കളെ നോക്കി വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട്: ഏതു വിഷയത്തിനകത്തും അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കർത്താവ് യേശു ക്രിസ്തുവിന് സാധിക്കുമെന്ന്. താങ്കൾ സാഹചര്യം നോക്കാതെ,
യേശുവിൽ ആശ്രയിക്കുക. യേശു താങ്കൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം കാണും. താങ്കൾ വിശ്വസിച്ചാൽ സാധ്യതകൾ ഇല്ല എങ്കിലും താങ്കളുടെ കണ്ണിൻ്റെ മുൻപിൽ അത്ഭുതങ്ങൾ കാണുവാൻ ദൈവം വഴിയൊരുക്കും. മനുഷ്യന് അസാധ്യം, ദൈവത്താൽ സാധ്യം. യശയ്യാപ്രവചന പുസ്തകം 54 അധ്യായം 10 തിരുവചനം പ്രകാരം വായിക്കുന്നു: പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ലെന്ന്. മനുഷ്യർ അവസാനിക്കും എന്ന് പറയുന്നിടത്ത് ദൈവം അത്ഭുതം ചെയ്യും. ദൈവത്തിൻ്റെ ദയ തീർന്നു പോയിട്ടില്ല. ആകയാൽ മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് കൂടെ ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.